ഇന്ന് 17 മെയ് ശനിയാഴ്ചയായിരുന്നു. തലേദിവസം കിടക്കുമ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടായിരുന്നു കിടന്നുണ്ടായിരുന്നു. പക്ഷേ എണീറ്റ് കഴിഞ്ഞ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതല്ലേന്ന്. അപ്പോൾ ഞാനെന്നാൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് 10 മണി വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു 7 മണി ഒരു 7:30 ആകുമ്പോൾ ഞാനൊന്ന് എണീറ്റ്. ഇത് കുറച്ച് നാച്ചുറൽ ആക്ടിങ് ആയിട്ട് തോന്നത്തില്ല, കാരണം അത് ആർട്ടിഫിഷ്യൽ ആക്ടിങ് ആണ്. എന്നിട്ട് ഞാൻ എണീറ്റപ്പോൾ തന്നെ ഫോൺ നോക്കരുതെന്നൊക്കെയാണ് വിചാരിക്കാറ്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് കാരണം ഞാൻ ജസ്റ്റ് സമയം നോക്കാൻ വേണ്ടി ഫോണിൽ ടച്ച് ചെയ്താൽ മതി, അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ വരും. പക്ഷേ ഞാൻ ഉറങ്ങി എണീറ്റ സമയത്ത് എന്തായാലും നമ്മൾ ഫോൺ നോക്കാൻ പാടില്ല. പക്ഷെ എന്നാലും എൻ്റെ ത്വര കാരണം ഞാൻ വേഗം ചെന്ന് മുഖം കഴുകിയിട്ടും ജസ്റ്റ് ഒന്ന് നോക്കും. ഞാൻ പരമാവധി അത് നോക്കാതിരിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എണീറ്റിട്ട് വെള്ളം കുടിക്കാൻ നോക്കാറുണ്ട്. കുപ്പിയിൽ വെള്ളം ഞാൻ തലേദിവസം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് മുഖം കഴിക്കും. ഫോണിൽ ഞാൻ അധികം സമയം ഇരിക്കാതിരിക്കാൻ നോക്കും. പക്ഷേ ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് പോകും. കാരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കമൻ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർ നല്ലതാണ് പറയണം, മോശമാണ് പറയണം, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റ്സുകളുണ്ടോ, അങ്ങനത്തെ വല്ല പുതിയ കണ്ടന്റിന് വല്ല സ്കോപ്പ് അല്ലെങ്കിൽ പുതിയ ഐഡിയ അങ്ങനെ വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഞാനത് മിനിമൈസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഡെയിലി ഈ കാണാനാണ് എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു മുറി എന്ന് പറയുന്നത്. ഇന്ന് ഇത്തിരി കുറേ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ ഇത്ര വൃത്തി ഉണ്ടാവാറില്ല. പിന്നെ നോട്ടും സംഭവങ്ങളും ലാപ്പൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ടേബിൾ. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റ്, പിന്നെ അടിയിൽ 4 ഇഷ്ടിക ഹൈറ്റ് ഞാൻ കൂടുതലായതുകൊണ്ട് വെച്ചെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമല്ലോ, ഞാൻ CA പാസ്സായതിനു ശേഷം കോർപ്പറേറ്റ് ജോബിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ട് അവിടുന്ന് ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ ടീച്ചിങ് നോക്കുകയാണ്. ഞാൻ ഓഡിറ്റിംഗ് പേപ്പറാണ് ഓൾറെഡി പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ FM-ൻ്റെ പേപ്പർ കൂടിയാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് 7 മണി തൊട്ട് 10 മണി വരെ ആയെങ്കിൽ പോലും ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറായിട്ട് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇരിക്കാമെന്ന് കരുതിയിട്ട് അടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ഇപ്പോൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, എന്ത് മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടും ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതുകൊണ്ടും CA പാസ്സായതുകൊണ്ടും എനിക്കൊക്കെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അത് നമുക്കും ഒരു വാണിംഗ് പോലെ എനിക്ക് തന്നെ കൊടുക്കുന്ന വീഡിയോസാണ്. ഇപ്പം ഞാൻ അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ചിലപ്പോൾ ബ്രേക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ ആയിരിക്കും ബ്രേക്ക് എടുക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഡൗട്ട് നോക്കാനായിരിക്കും കയറുണ്ടാവുക. പക്ഷെ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങണ ഒരു മണിക്കൂർ അതിന് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇത്ര സമയം ഞാൻ കള്ളലോ റിഗ്രറ്റ് ചെയ്തൊക്കെ. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ വല്ല സാധനം ടൈപ്പ് ചെയ്യൂട്ടോ. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വേറെ വല്ല പുതിയ പഠനത്തിൻ്റെ വല്ല എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് ബാക്കിയുള്ള ഡൗട്ട് നോക്കാമെന്ന് കരുതിയിട്ട് നെക്കി കഴിഞ്ഞാൽ പിന്നെ ഡൗട്ടിൻ്റെ കാര്യം മറക്കും. പിന്നെ അടുത്ത വീഡിയോ എടുക്കും. അപ്പോൾ ഭയങ്കര റിഗ്രറ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കുണ്ട്. പിന്നെ എനിക്കായാലും ഇപ്പോൾ CAക്ക് തന്നെ ഞാൻ പഠിച്ചൊരു വിധം വെറുത്തിട്ടുള്ളതാണ്, ഫൈനലിൻ്റെ ആയാലും ഇൻ്റർനെറ്റ് ആയാലും. പിന്നെ രണ്ടാമത് ഞാൻ ടീച്ചിങ്ങിന് എനിക്ക് അന്ന് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചതൊക്കെ ഇനി മറക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എക്സാം കഴിഞ്ഞ് ജോബിന് കയറിയപ്പോൾ. പിന്നീടാണല്ലോ ടീച്ചിങ്ങിലോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ രണ്ടാമത് ഇരുന്ന് പഠിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചൊരു ഫേസ് ഓഫ് ലൈഫാണ് വീണ്ടും ചെയ്യുന്നത്. പക്ഷേ ആവശ്യം എൻ്റെ അതുകൊണ്ടും എൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുള്ളതുകൊണ്ടും ഞാൻ തന്നെ മുന്നോട്ടിരുന്ന് വർക്ക് ചെയ്യണം. അല്ലാതെ വേറെ കാര്യമില്ല. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരെയുള്ള വീഡിയോ ഉള്ളത് ബാക്കി എടുക്കാനുള്ള ഒരു മൂഡില്ല എന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഒരു ഡെസ്പിലിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ബൈ.